ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ അടുത്തുള്ള ഒരു മലയിൽ സൺറൈസ് കാണാൻ വന്നിരിക്കുകയാണ്. കുന്നമ്പടാരി മല എന്ന് പറയും. നമ്മൾ മലയുടെ മേലെ എത്തിയിരിക്കുമ്പോൾ കറക്റ്റായി കയറണം, പക്ഷെ കുറച്ച് മതിയാവും. ഇവിടെ കുറച്ച് അറിയിപ്പുകളൊക്കെ ഉണ്ട്. കുറച്ച് അറിയിപ്പുകളുണ്ട്. തമിഴാണോ മലയാളം? ഇവിടെ തമിഴാണ് ഗായ്സ്, ഇപ്പുറത്തും തമിഴാണ്. ഇപ്പുറത്ത് മലയാളത്തിലുണ്ട്. താഴെ പ്രണയ ജോഡികൾക്ക് അമ്പലത്തിൽ അനുമതി ഇല്ല എന്നൊക്കെയാണ് ഗായ്സ് ഉള്ളത്. പക്ഷെ ഇവിടെ ഫുൾ ടൈം പ്രണയ ജോഡികളൊക്കെ ഉണ്ടാവും പകലൊക്കെ വന്നാൽ. അപ്പോൾ ഗായ്സ് വന്നത് നമ്മളൊരു പട്ടിക്കുട്ടി ഫോളോ ചെയ്ത് വന്ന് ഇതിവിടെ കുറെ കാലമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവിൽ. അതിന്റെ സന്തോഷം അത് നേടുന്നു. അപ്പൊ ഗായ്സ്, ഈ മല ഞങ്ങള് പണ്ട് ചെറുപ്പത്ത് സൈക്കിൾ ഔട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെ ഫ്രണ്ട്സ് കൂടി കാലത്ത്. അതെ, ഇത് കുറച്ച് സ്റ്റെപ്പുകളായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മലയായിരിക്കും കയറേണ്ടത്. പിന്നെ കാലത്തായതുകൊണ്ട് കറക്റ്റ് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ മതിയായി. നല്ല വൈബൊക്കെ ഉള്ള സ്ഥലമാണ്. പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ ഇങ്ങനെ വൈബ് അടിച്ചിരിക്കുക. അത് അതിൽ കൂടെ വണ്ടികളൊക്കെ പോകും. ഈ മലേന്റെ സൈഡിൽ നിന്ന് നോക്കിയ ഒരു ഡാം ഉണ്ടാവും. ഇവിടുത്തെ ഡാമാണ് ഇവിടുത്തെ കൃഷികൾക്കൊക്കെ വെള്ളം നൽകുന്നത്. അതെ. അപ്പൊ ഏകദേശം നമ്മൾ ഈ മലന്റെ ഒരു മിഡ് സൈഡ് വന്നു കഴിഞ്ഞാൽ വ്യൂ പറയുന്നത് ഇതാണ്. നമുക്കിനി ഏറ്റവും മുകളിൽ കൂടെ കുറച്ച് പോയി നോക്കാം. ഇതിന് മുകളിലേക്കൊന്നും പോവാം. അപ്പൊ ഇവിടെ കുറച്ച് അഡ്വഞ്ചറൊക്കെയാണ്. മുകളിലൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് സംഭവം രാത്രി വെള്ളമൊക്കെ അടിച്ച് മുകളില് പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കെട്ടി വെച്ചാണ്. ഈ വെള്ളം അടിച്ചെങ്ങാനും താഴേക്ക് വീണ് ആണ്ടാറുണ്ട്. കുറച്ച് അഡ്വഞ്ചറൊക്കെയാണ്. കുറച്ച് ടാസ്ക് നോക്കി. ഗൈസ്, നമ്മൾ മലിന്റെ മേലെ എത്തിയിരിക്കുന്നു. സത്യനും ചെറുതായി മതിയായി. അതാണ് കാലത്തന്നെ ആയതുകൊണ്ടാണ്. സൂപ്പർ ആയിട്ട് ഗൈസ് വ്യൂ. സൺറൈസ് പതുക്കെ വരുന്നുണ്ട്. കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്താൽ അതും അടിപൊളിയായി കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ 360 വ്യൂ. സൺറൈസ് വന്ന് തുടങ്ങി. ഇവിടെ കുറച്ച് മഞ്ഞായതുകൊണ്ടാണ് കറക്റ്റ് അറിയാത്ത. ഞങ്ങൾ കുറച്ചും കൂടി വെയിൽ വന്നിട്ട് ഇവിടെ എല്ലാം കാണിച്ചു തരാം. കുറെ പേരൊക്കെ ഇവിടെ വരാറുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. കമോൺ, എന്താണ് നമ്മുടെ മലയെ പറ്റിയുള്ള അഭിപ്രായം? മലയെ പറ്റിയ അഭിപ്രായം എന്ന് പറഞ്ഞാല് കാണാൻ നല്ല ഭംഗിയാണ് സ്ഥലങ്ങളെല്ലാം. പിന്നെ രാവിലെ വരുമ്പോ തന്നെ കാണാൻ ഒരു സൺറൈസ് ഒക്കെ കണ്ടിരിക്കല്ലേ. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ചെയ്യാം. റെഡി ഗൈസ്, കമോൺ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്താൽ സൺറൈസ് കാണാം. ചെറുതായി നമ്മുടെ ഈ സ്ഥലം പറയുന്നത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഫുൾ ഗ്രീനറിയാണ്. പാലക്കാട് പറഞ്ഞാലേ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ഫുള്ള് ഗ്രീനറി, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. ഇവിടെ കുറെ കാണാനൊക്കെ ഉണ്ട്. നിങ്ങള് വന്ന് കാണുക. കാലത്തിന് ഇങ്ങനെ വരിക, ഇവിടെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക. സൂപ്പറാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൂടി എടുത്താണ് പറഞ്ഞാൽ പിന്നെ പാട്ടും കേട്ടിരിക്കായിരുന്നു. നല്ലൊരു വൈബായിരിക്കും. സ്നാക്സ് രാവിലെ തന്നെ വരുമ്പോഴേ കൊണ്ടുവരാറുണ്ട്. രാവിലെ തന്നെ എടുത്തില്ല. ഇന്ന് എങ്ങനെ നോക്കിയാലും ഒരു 360 വ്യൂ ആണ്. നമ്മളിപ്പോ ഇത് ഈ മലന്റെ സെന്ററാണ് നിൽക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ആവാൻ വേണ്ടി നമ്മൾ ഈ കുത്തനെ ഇറക്കം നമ്മളൊന്ന് ഇറങ്ങാൻ പോവാണ്. ദയവേത് ആരും ഇറങ്ങരുത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി ഇറങ്ങാണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോ കുറെ പേര് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇടും. ഇങ്ങനെ കവറുകള്, ബോട്ടിലുകൾ, ഓരോ ഫുഡ് വേസ്റ്റിന്റെ ഒക്കെ അവിടെയും കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താ നമ്മുടെ പരിസരം നമ്മൾക്ക് ശുദ്ധമാക്കാം. ഇതാണ് ഒരു സൈഡ് വ്യൂ. അടിപൊളിയല്ലേ?
ഇവിടെ നല്ലപോലെ കാറ്റൊക്കെ ഉണ്ട്. അപ്പോ മാക്സിമം സൂക്ഷിച്ചൊക്കെ വരിക. ഇവിടെ വരാനുള്ള സൈഡൊക്കെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതെ, നമ്മൾ സൈഡൊക്കെ വന്ന് നിൽക്കുമ്പോൾ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അപകടം. അപ്പോൾ സൺറൈസ് വന്നിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ പോവാം. സൺറൈസ് ഏകദേശം അപ്പോഴേ വന്നു. മുകളിലേക്ക് പോവാം ഗൈസ്. നമുക്ക് നല്ല മുകളിൽ നിന്ന് തന്നെ കാണാമല്ലോ സൂര്യന്റെ ഒരു ലൈറ്റ്. നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂര്യന്റെ ഒരു ഫ്രെയിം. അപ്പൊ ഗൈസ് ഇതാ ഇങ്ങനെയുള്ളൊരു കുത്തനെ കയറ്റമാണ്. ഇനി നമ്മൾ ഈ ഇറക്കമാണ് ഇറങ്ങിയത്, കുറെ കതച്ചു. അപ്പോ ഈ മഴ ടൈമിലൊക്കെ വരുമ്പോ സൂക്ഷിച്ചു വരിക. നമ്മളിവിടെ വഴുക്കും, നല്ലപോലെ വഴുക്കല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കുറെ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ അത് എന്താ പറയാ ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കുറച്ച് കുറച്ച് ചെയ്യുമ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. അതെ അതെ, ഫസ്റ്റ് തന്നെ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അതെ. മുകളിലിപ്പോ ചുറ്റും കാക്ക, പരുന്ത് അങ്ങനെ സാധനങ്ങളൊക്കെ വന്ന് അടുത്തുകൂടെ പറന്നുകൊണ്ട് ഒരു ഉച്ച ടൈമിലൊക്കെ വന്ന് പറഞ്ഞാൽ പരുന്തുകളൊക്കെ കുറെ ഉണ്ടാവും, നല്ല അടുത്തുകൂടെ പറന്നുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വരാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എവിടെ നിൽക്കും ആൾക്കാർ വന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടെ ഈ മലനെ കുറിച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ അടുത്ത് നൈറ്റ് നമുക്ക് വന്ന് എടുത്തുകൂടാ. അപ്പൊ അങ്ങനെ തോന്നിയപ്പോ അങ്ങനെ വന്നൊരു കോണ്ടന്റ് ആക്കിയിട്ട് വന്നത്. അപ്പൊ നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്. ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയില്ല, ഇവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ചില്ലായിട്ടുണ്ടാവും, വൈബ് അടിക്കാൻ. കുറച്ചുകൂടി വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം മലിന്റെ മുകളിലായതുകൊണ്ട് നല്ല പോലെ വെയിലടിക്കും. പിന്നെ പാലക്കാട് നല്ല വെയിലായതുകൊണ്ട് അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ്. നമ്മളെല്ലാം വീഡിയോ ചെയ്യും. ഇനി മുതൽ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും ഗൈസ്. അപ്പൊ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. ഇവിടെ ഏകദേശം ആൾക്കാരൊക്കെ ഫുള്ള് തമിഴ് ടച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആളുകളാണ്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ കൂടുതൽ ആളുകൾ ഈ ഭക്തി കാര്യങ്ങള് അങ്ങനെ അതൊക്കെ എല്ലാവരും ഉണ്ട്. നമ്മ അതിലില്ല. ഇവിടുത്തെ ആൾക്കാർ പിന്നെ ജീവിക്കുന്ന കൂടുതൽ കൃഷി, മാട്ട് കൃഷി, പശു, പാല് ഒന്നാണ്. തെങ്ങ് അങ്ങനത്തെ കള്ളൊക്കെ ചെത്തിയിട്ടാണ് ഇവിടെ കൂടുതൽ. കാരണം ഇവിടെ കുറെ തെങ്ങുകളുണ്ട്. അതെ, പക്ഷെ എല്ലാരും പാലക്കാടിനെ കുറിച്ച് അറിയില്ല, ഫുള്ള് കൃഷിയാണ്. നമ്മൾ വഴി മാറി ഇതാണ്. പിന്നെ ഇവിടെ വൈകുന്നേരം വരെയാണ് പറഞ്ഞാൽ അമ്പലത്തിൽ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. നമ്മള് പൂജക്കൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇവിടെ വരുന്ന ടൈമില് പൂജ, പിന്നെ ഇവിടെ അമ്പലത്തിൽ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതല്ലാണ്ട് താഴെ ഒരു അമ്പലം കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. മാക്സിമം വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് കവറൊന്നും കൊണ്ടുവരാണ്ടിരിക്കുക. ആ ഗൈസ് കണ്ടില്ലേ, വഴിയിൽ ഫുള്ളും ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്, കൊണ്ടുവന്നാലും തിരിച്ചു കൊണ്ടുപോകാൻ മാക്സിമം. ഇവിടെ പിന്നെ വേസ്റ്റ് ബിന്ന് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് താഴത്തെ അമ്പലം. രണ്ടമ്പലം ഉണ്ട്. അപ്പോൾ ടോട്ടൽ മേലെ ഒന്ന് താഴെ ഒന്ന്. ഞങ്ങൾ പറഞ്ഞ ഇതാണോ ഫുള്ള് കൃഷിയുണ്ട്. ഈ കള്ള് കുറച്ച് കാണാൻ പറ്റുന്ന സൂമയുടെ കുറച്ച് അവിടെ കുറേ പശുവിന്റെ കൃഷികളുണ്ട്. ഇതാ കള്ളൊക്കെ ചെത്താൻ വെച്ചിട്ടുണ്ട് തെങ്ങില്. ഇത് അപ്പുറത്തും കുറച്ചുണ്ട്. കരിമ്പാ കരിമ്പ്, വാഴ, തെങ്ങ് എല്ലാം ഉണ്ട്. ഫുള്ള് കൃഷിയാണ് ഇവിടെ. ഇവിടെ കൂടുതലും തെങ്ങന്നെയാണ് മെയിൻ. തെങ്ങന്നെയാണ്. കാലത്തൊക്കെ വരുമ്പോൾ നല്ലൊരു തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ വഴി പോവാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.